അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള ഖതമുൽ ഖുർആൻ മജ്ലിസിലൂടെ ഖുർആൻ ദിവസവും 2 ഏട് വീതം ഓതി ഖതമ് തീർക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഈ മജ്ലിസിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, പുതുതായി ഖതമുൽ ഖുർആൻ മജ്ലിസിൽ ചേർന്ന ആളുകളുണ്ടാകും. എങ്ങനെയാണ് ഖതമ് ഓതേണ്ടതെന്ന് അറിയാത്തവരുണ്ടാകും. പല ആളുകളും പഴയ ആളുകൾ ക്ഷണിച്ചിട്ടും ഈ മജ്ലിസിനെ പരിചയപ്പെടുത്തിയിട്ടും വന്നവരായിരിക്കും പല ആളുകളും. ആ പരിചയപ്പെടുത്തിയവർ തന്നെ ഖതമ് എങ്ങനെയാണ് ഓതേണ്ടത് എന്നൊക്കെ പുതിയ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എന്നിരുന്നാലും ഞാൻ സൂചിപ്പിക്കുകയാണ്, നമ്മുടെ ഹാഫിൽ അഹമ്മദ് നസീം ബാക്കവി ഉസ്താദിൻ്റെ ഖിറാഅത്ത് ഉറക്കനെ യൂട്യൂബിൽ നമ്മൾ വെച്ച് മുസ്ഹഫ് തുറന്ന് വെച്ച് ഉസ്താദ് യൂട്യൂബിൽ ഓതുമ്പോൾ നമ്മൾ മുസ്ഹഫിൽ നോക്കി മെല്ലനെ ഉസ്താദിൻ്റെ ഒപ്പം ഓതുക, ശബ്ദം കുറച്ച്. അങ്ങനെ തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോയി അങ്ങനെ 2 ഏട് ഓതി തീർക്കുക. പലവട്ടം ഓതി തീർത്താൽ എത്ര വട്ടമാണ് ഓതി തീർത്തുന്നത് അത്ര ഖതമ് നമുക്ക് ഇൻഷാ അല്ലാഹ് വഴങ്ങുന്ന അന്ന് വഴങ്ങാവുന്നതാണ്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം സൗകര്യം പോലെയൊക്കെ പലവട്ടം ഓതാൻ വേണ്ടി ശ്രമിക്കുക. തെറ്റുകൾ വന്നാൽ വീഡിയോ നിർത്തി തെറ്റ് തിരുത്തി വീണ്ടും വീഡിയോ പ്ലേ ചെയ്ത് മുന്നോട്ട് പോകണം. നാം സ്വയം ഓതി തെറ്റുകൾ തിരുത്തേണ്ടതാണ്. പലവട്ടം ഉസ്താദിൻ്റെ ഓത്ത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റ് നമുക്ക് ശരിയാകും. തുടക്കമുള്ളവർക്കൊരു പ്രയാസമായിട്ട് തോന്നിയേക്കാം. എന്നാൽ നിങ്ങളെപ്പോലെ തുടക്കത്തിൽ വന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ മജ്ലിസിലുള്ളവർ. അവരൊക്കെ വളരെ ഭംഗിയായിട്ട് ഖുർആൻ ഓതുന്നവരാണ്. വളരെ ഭംഗിയായി നല്ല ശൈലിയോടുകൂടി ഖുർആൻ ഓതാൻ ശീലിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ തുടക്കത്തിൽ പ്രയാസമുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഖിറാഅത്ത് നന്നാവുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല രീതിയിൽ പരിശുദ്ധമായ ഖുർആൻ തെറ്റുകൂടാതെ ഓതി കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും തെറ്റുകൂടാതെ ഒരു ഖതം ഓതി തീർക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആർക്കെങ്കിലും പെട്ടെന്ന് ഖതം ഓതി തീർക്കണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഒരു ജുസ്ഇൻ്റെ ലിങ്ക് വിട്ടുതരാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ദിവസം 1 ജുസ്വോ ദിവസം 2 ജുസ്വോ 3 ജുസ്വോ ഒക്കെ ഓതി റമദാനിൽ 1ഉം 2ഉം 3ഉം ഖതമൊക്കെ തീർക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അത് തീർക്കാവുന്നതാണ്. നമ്മളുടെ ലിങ്ക് അനുസരിച്ച് ഓതുമ്പോൾ നമ്മൾ ഉസ്താദ് ഓതുമ്പോൾ ആ ഉസ്താദിൻ്റെ കൂടെ ഓതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ജുസു ഓതാൻ ഏകദേശം 50 മിനിറ്റെങ്കിലും വരും. ഇനി അത് സ്പീഡ് കുറച്ച് കുറവാണെന്ന് തോന്നിയാൽ യൂട്യൂബിലെ വീഡിയോയുടെ മുകളിൽ സെറ്റിങ്സ് കാണാം. അതിൽ ഓത്തിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുന്നതും സംവിധാനമുണ്ട്. വീട്ടിലറിയുന്ന മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്പീഡ് കൂട്ടിയിട്ട് തരും, കുറച്ചിട്ട് തരും. നമ്മളെ സൗകര്യം പോലെ ഓതാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് എങ്ങനെയാണെങ്കിലും ഖതം തെറ്റുകൂടാതെ ഓതാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമുക്ക് ഖുർആൻ പാരായണത്തിലേക്ക് കടക്കാം. വെൽക്കം ടു ദ ഖത്മുൽ ഖുർആൻ മജ്ലിസ് ഓഫ് MS വോയിസ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني
أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل
ولا هم ينصرون وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون وإذ واعدنا موسى 40 ليلة ثم اتخذتم العجل من بعده وأنتم ظالمون ثم عفونا عنكم من بعد ذلك لعلكم تشكرون وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم وإذ قلتم يا موسى لن نؤمن لك حتى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم من بعد موتكم لعلكم تشكرون وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون وإذ قلنا ادخلوا هذه القرية فكلوا منها حيث شئتم رغدا وادخلوا الباب سجدا وقولوا حطة نغفر لكم خطاياكم وسنزيد المحسنين فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين وإذ قلتم يا موسى لن نصبر على طعام واحد
فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എന്തെങ്കിലും പാകപ്പെടുന്നതൊക്കെ ഒന്നുവിന് അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ നാളെ നമ്മളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആൻ്റെ അഹിലുകാരി അല്ലാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടുവാനും പ്രത്യേകിച്ച് ഖുർആൻ ഇറങ്ങിയ പരിശുദ്ധമായ റമളാനിൽ ഖുർആൻ ധാരാളമായി ഓതുവാനും ഖത്മ തീർക്കുവാനും ഒക്കെ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഖുർആൻ കൊണ്ട് ദുനിയാവും ഖബറിടവും നാളെ മഹ്ശറയും ആഖിറവും ഒക്കെ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാം ഓതിയതായ ഖത്മുകളുടെ ഓതുന്ന ഖുർആൻ, ദിക്ർ, സ്വലാത്ത്, മറ്റ് സൽക്കർമ്മങ്ങളുടെ ഹദിയകളുടെ പ്രതിഫലം നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെ നാളെ നമ്മുടെ ഖബറൊക്കെ അല്ലാഹു സന്തോഷത്തിനും റാഹത്തിലൊക്കെ ആക്കി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അല്ലാഹു ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ഖത്മുൽ ഖുർആൻ മജ്ലിസിൻ്റെ 7ാം ഘട്ട മജ്ലിസിൻ്റെ 2ാമത്തെ ദിവസത്തിലാണ് നാം ഉള്ളത്. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഖത്മ ഓതുന്ന ആളുകൾ നാം 2 ഏട് വീതമാണ് ഓതുന്നത്. 5 ദിവസം എത്തുമ്പോൾ ഒരു ജുസ് തീരും. അപ്പോൾ 2 ഏട് ഓതാൻ കഴിയുന്നവർ അങ്ങനെ ഓതുക. 2 ഏട് 2 വട്ടം ഓതിയാൽ 2 ഖത്തം, 3 വട്ടം ഓതിയാൽ 3 ഖത്തം, 4 വട്ടം ഓതിയാൽ 4 ഖത്തം, അങ്ങനെ 6 ഖത്തം വരെ കഴിഞ്ഞ പ്രാവശ്യം ഓതിയവരുണ്ടായിരുന്നു. 2 ഏട് 6 വട്ടം ഓതും പല സമയങ്ങളിലായി. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഓതാൻ കഴിയുന്നവരൊക്കെ ഓതുക. തെറ്റുകളൊക്കെ തിരുത്തി റാഹത്തായി ഭംഗിയായി ഓതാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഖത്മുൽ ഖുർആൻ മജ്ലിസ് തുടങ്ങിയ ഒരു അവസരമാണ്. പരിശുദ്ധ റമളാൻ കൂടിയാണ്. നിങ്ങളാൽ കഴിയുന്ന ആളുകളെ ഖത്മുൽ ഖുർആൻ മജ്ലിസിലേക്ക് നിങ്ങൾ ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിലേക്ക് ക്ഷണിക്കുക. ഓതാൻ അറിയാത്ത ആളുകളാണെങ്കിൽ നമുക്ക് അക്ഷരം ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ് അവർക്ക് ഇട്ട് കൊടുക്കാം. അക്ഷരങ്ങളൊക്കെ അറിയാൻ ശരിക്കും ഖുർആൻ തപ്പി പിടിച്ച് ഓതുന്നവരാണെങ്കിൽ ഖുർആൻ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ് അവർക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. തജ്വീദ് അറിയാത്തവരാണെങ്കിൽ തജ്വീദിൻ്റെ ക്ലാസ് നമുക്ക് അവർക്ക് കൊടുക്കാം. ഇനി 2 ഏട് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1 പേജ് വീതം ഖുർആൻ ഓതി ഖത്തം തീർക്കുന്ന ലിങ്കുകൾ അവർക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതല്ല 2 ഏട് വെച്ച് ഓതിയിട്ട് ഖത്തം എപ്പോൾ തീരാനാണ്, ഇത്തിരി സ്പീഡിൽ ഓതണം, പെട്ടെന്ന് ഓതി തീർക്കണം എന്നുള്ളവർക്ക് 1 ജുസ് വെച്ച് ഓതുന്ന ലിങ്ക് നമുക്ക് വിട്ടുകൊടുക്കാം. ഏത് രീതിയിലും ഖുർആനിക തീരത്തേക്ക് അവരെ നമുക്ക് ക്ഷണിക്കാനും അടുപ്പിക്കാനുമുള്ള എല്ലാവിധ സംവിധാനങ്ങളും ക്ലാസ്സുകളും ഒക്കെ നമ്മുടെ ഖത്മുൽ ഖുർആൻ മജ്ലിസിലുണ്ട്, MS വോയിസിലുണ്ട്. നമ്മുടെ ലക്ഷ്യം ഖുർആനുമായി ആളുകളെ ബന്ധപ്പെടുത്തുക, അറബി എഴുത്തും വായനയും പഠിപ്പിക്കുക, ഖുർആനിൻ്റെ നിയമങ്ങൾ പഠിക്കുക, അതുപോലെ തന്നെ ഖത്തം ഓതുക. ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ജീവിച്ച് ഖുർആൻ ഓതി മരിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാൻ ശരീഫാണ്. റമളാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്താഴം കഴിക്കൽ ശക്തമായ സുന്നത്തായ ഒരു കാര്യമാണ്. അത്താഴം നാം ഒഴിവാക്കാൻ പാടില്ല. എന്നാൽ അത്താഴം കഴിക്കേണ്ടത് എപ്പോഴാണ്? പലവരും 3 മണിക്ക് എണീക്കണവരുണ്ട്, 3:30ക്ക് എണീച്ച് അത്താഴം കഴിക്കണവരുണ്ട്. ആ സമയത്തൊന്നല്ല അത്താഴം കഴിക്കേണ്ടത്. അത്താഴം കഴിക്കേണ്ടത് സുബഹി 5:30ക്കാണ് ബാങ്ക് എങ്കിൽ ഒരു 5:15 ഉള്ളിലായിക്കൊണ്ട് അത്താഴം കഴിച്ച് തീരുന്ന രീതിയിൽ അത്താഴം കഴിച്ചാൽ മതി. അത്താഴം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക. അത് കഴിഞ്ഞ് അത്താഴം കഴിക്കുക. അത്താഴം കഴിച്ച് കഴിഞ്ഞ് ഒരു പേജ് 2 പേജ് ഖുർആൻ ഓതാനുള്ള സമയം
അങ്ങനെയാണ് നമ്മൾ അത്താഴം ബന്ധിക്കാണ് വേണ്ടത്, അത്താഴം മുന്തിക്കല്ല വേണ്ടത്. ഇനി അത്താഴം കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 2-3 ഈത്തപ്പഴം കഴിക്കുമ്പോൾ അത് ഒറ്റയാക്കി കഴിക്കൽ സുന്നത്താണ്. നല്ല ഈത്തപ്പഴം, മുന്തിയ ഈത്തപ്പഴം വാങ്ങി കഴിക്കണം. നോമ്പ് തുറക്കുമ്പോൾ ആദ്യം നമ്മൾ കഴിക്കേണ്ടത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം കഴിച്ചതിന് ശേഷം ജ്യൂസ് ഉണ്ടാകാം, ഈത്തപ്പഴം കഴിച്ച് നാരങ്ങ വെള്ളം ഉണ്ടാകാം, അതുപോലെ തന്നെ ചായ ഉണ്ടാകാം, പല സാധനങ്ങളുണ്ടാകും. അതൊന്നും തുടരുത്. ഈത്തപ്പഴം കഴിച്ചാൽ 2 മുറുക്ക് 3 മുറുക്ക് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ 1 മുറുക്ക് പച്ച വെള്ളമെങ്കിലും കുടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി സാധനങ്ങൾ, ഫ്രൂട്ട്സ് ആണെങ്കിലും മറ്റു വസ്തുക്കളാണെങ്കിലും ഒക്കെ കഴിക്കാൻ പാടുള്ളൂ. ഈത്തപ്പഴം, വെള്ളം, ഫ്രൂട്ട്സ്, പിന്നെ നമുക്ക് ചായ കഴിക്കാം. തീ കൊണ്ട് ചൂടാക്കിയ വസ്തുക്കളൊക്കെ കഴിക്കേണ്ടത്. അത് തീ കൊണ്ട് ചൂടാക്കി ഉണ്ടാക്കിയ ഇതിൽപ്പെട്ടതാണ് അപ്പം, ചുട്ട ഐറ്റമുകൾ, പൊരിച്ച ഐറ്റംസ്, അതുപോലെ തന്നെ ചായ, പായസം, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ചീരക്കഞ്ഞി, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, തുടക്കത്തിൽ കഴിക്കരുത്. തുടക്കത്തിൽ കഴിക്കേണ്ടത് ഈത്തപ്പഴം, അത് കഴിഞ്ഞ് വെള്ളം, അത് കഴിഞ്ഞതിന് ശേഷം ഫ്രൂട്ട്സ്, തീ കൊണ്ട് തൊടാത്ത ആഹാരങ്ങൾ, പിന്നെയാണ് മറ്റുള്ള സംഗതികളിലേക്ക് കടക്കേണ്ടത്. അങ്ങനെ കഴിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് ഗുണമുണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ വയറിനും സുരക്ഷിതത്വം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ റമളാൻ ശരീഫ് വിശപ്പിൻ്റെ വിളിയാളം അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് ഏമ്പക്കം വിട്ട് നടക്കാനുള്ള മാസമല്ല. തിന്ന് പിന്നെ ഭക്ഷണം കഴിക്കുക, നോമ്പ് തുറന്ന് ഭക്ഷണം കഴിക്കൽ കൂടിക്കഴിഞ്ഞാൽ പിന്നെ തറാവീന് ബുദ്ധിമുട്ടാവും, വിത്തറിന് ബുദ്ധിമുട്ടാവും, അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരും, അത് കഴിഞ്ഞാൽ പിന്നെ സുബഹിക്ക് നേരത്തോടെ എണീക്കൽ ബുദ്ധിമുട്ടാവും. അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഭക്ഷണം എപ്പോഴും നിയന്ത്രിച്ചുകൊണ്ട് കഴിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമളാൻ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഇന്നലെ എല്ലാവരും തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ടാവും. ഇന്നലെ തറാവീഹ് നിസ്കരിച്ച ആളുകളുടെ പ്രതിഫലം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല എൻ്റെ അർശിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മലക്കുകൾ വിളിച്ചു പറയും, എന്ത് നല്ല അമലാണ് തറാവീഹ് നിസ്കരിച്ച ആളുകൾ ചെയ്തത്, എത്ര നല്ല പ്രതിഫലമുള്ള പ്രവർത്തനമാണ് ചെയ്തത്. അവരെ വിളിച്ച് പ്രശംസിക്കുകയും അല്ലാഹു അവരുടെ മുൻകാല പ്രവർത്തനങ്ങൾ, മുൻകാല പാപങ്ങളൊക്കെ പുറത്തിരിക്കുന്നു, അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണമെന്ന് ഒരു മലക്ക് വിളിച്ചു പറയുമ്പോൾ മറ്റു മലക്കുകളൊക്കെ ആമീൻ പറയുമെന്നാണ്. ആദ്യത്തെ ദിവസം നമ്മളെ ദോഷങ്ങളൊക്കെ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരും. രണ്ടാമത്തെ തറാവിന് നമ്മളെ പ്രവർത്തനം കാരണമായി നമ്മൾ ഉമ്മയുടെയും ഉപ്പയുടെയും ദോഷങ്ങൾ പുറത്തു കൊടുക്കും. മൂന്നാമത്തെ തറാവി കൊണ്ട് നമ്മളെ മുൻകാല പാപങ്ങൾ, മുൻപ് കഴിഞ്ഞു പോയ എല്ലാ ദോഷങ്ങളെയും പുറത്തു കൊടുക്കണമെന്ന് മലക്ക് വിളിച്ചു പറഞ്ഞ് നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും. മറ്റുള്ള മലക്കുകൾ ആമീൻ പറയുമെന്നാണ്. നമ്മൾ തറാവി നിസ്കാരം നിസ്സാരമായി കാണരുത്. നമ്മളെ വീട്ടിലുള്ള പുരുഷന്മാരെ മക്കളൊക്കെ തറാവി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പറഞ്ഞയക്കണം. അത് പള്ളിയിലേക്ക് എത്തുന്നുണ്ടോ, പള്ളിയിലുണ്ടോ, അവർ കൂട്ടം കൂടി സംസാരിക്കണം, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ മക്കളെ മറ്റുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇറക്കി വിട്ട് അത് പൂഞ്ചിട്ടയും ദീനും അതൊക്കെ പഠിപ്പിക്കാൻ നമ്മൾ ആവശ്യമാണ്. മക്കൾ പള്ളിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ വാപ്പാരോ രക്ഷിതാക്കളോ ആണുങ്ങളായ ആളുകളില്ലെങ്കിൽ അയൽവക്കക്കാരെ അറിയുന്ന ആളുകളോട് വിളിച്ച് പറയണം, മോന് പള്ളിക്കൊക്കെ വരണം, അവനെ ശ്രദ്ധിക്കണം, തറാവി നിസ്കരിക്കാൻ അവനെ കൂടെ നിർത്തണം, അവൻ അവിടെ നിന്നിട്ട് കുതിര കളിക്കുന്നുണ്ടോ, ചിരിക്കുന്നുണ്ടോ, കളിക്കുന്നുണ്ടോ, തല്ലോടുന്നുണ്ടോ, അതൊക്കെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പറഞ്ഞ് ഏൽപ്പിക്കുകയും വേണം. മക്കൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുക, മക്കൾക്ക് തർബിയത്ത് കൊടുക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളെ അഹ്ലുകാരെയും പരിശുദ്ധ റമളാൻ കൊണ്ട് അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പല ആളുകളും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ സയ്യിദ് അലവി മുണ്ടക്കോട്ട് കുറിശി ഗൾഫിലുള്ള സഹോദരനാണ്. മുറാദ് ഹാസിലാകാൻ മരണപ്പെട്ടവരുടെ മഗ്ഫിറത്തിനെ കൊണ്ട് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മകൾക്ക് ജന്മല കുറച്ച് അസുഖങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പരിപൂർണ്ണ ശിഫയാകാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ട് അല്ലാഹു മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകി, പൊന്നുമോളുടെ അസുഖത്തിന് അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകി, ആഫിയത്തൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആഷിക്ക് കടങ്ങോട് പിന്നെ ഗ്രൂപ്പിൽ തുടക്കം മുതൽ ഉള്ള സഹോദരിയാണ്. അത് ആയിഷ കടങ്ങോട്, ആഷിക്കല്ല, പിന്നെ ഗ്രൂപ്പിൽ തുടക്കമുള്ള സഹോദരിയാണ്. മരണപ്പെട്ടു പോയ ഉപ്പാക്കും കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെയൊക്കെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ മനസ്സിനൊരു പ്രയാസമുണ്ട്, വിഷമമുണ്ട്, മുറാദ് ഹാസിലാകാൻ വേണ്ടി ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മുറാദുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങളൊക്കെ നീക്കി അല്ലാഹു ഇഹത്തിലും പരത്തിലും അവർക്ക് നമുക്ക് ഖൈറ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
മുഹമ്മദ് അലി എന്ന് പറയുന്ന GPay ഗൂഗിൾ പേ നമ്പറിൽ നിന്ന് ഹദിയ വന്നിട്ടുണ്ട്. അതുപോലെ റഷീദ് ആദം എന്ന് പറയുന്ന GPay നമ്പറിൽ നിന്ന് ഹദിയ വന്നിട്ടുണ്ട്. അവരുടെ ദ്വാവസ്യത്തുകളൊന്നും കണ്ടില്ല. അള്ളാഹു സുബ്ഹാനഹു തആല അവരയച്ചെന്ന ഹദിയ സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടുപോയവരുടെ കബറിടത്തിലേക്ക് അതിൻ്റെ പ്രതിഫലത്തെ അള്ളാഹു എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. അവരോതിയ ഖുർആനുകൾ, സൂറത്തുകൾ, ഖത്തമുകൾ, അതുപോലെ ദിക്ർ സ്വലാത്തുകൾ, മറ്റു സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അതിൻ്റെയൊക്കെ പ്രതിഫലം അവരിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുത്ത ഖബറിലുള്ളവർ അതൊക്കെ കണ്ട് സന്തോഷിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തിക മേഖലയിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇരുലോക വിജയികളിൽ അവരെയും നമ്മളെയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമളാൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരെയും നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മളെ വീടുകളിൽ, ജോലികളിൽ, മഈശത്തിൻ്റെ മേഖലയിൽ, സാമ്പത്തിക മേഖലയിലൊക്കെ അള്ളാഹു വർധനവും ബർക്കത്തും റാഹത്തും സിഹത്തും കാവലൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ പേരിൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വദത്തൈൻ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. إلى حضرة نبينا سيدنا وشفينا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. سبحان المبدئ سبحان الباقي سبحان المبين سبحان الذي الأعلى سبحانه وتعالى لا شريك له برحمتك يا أرحم الراحمين. പടച്ചവനെ ലോകരക്ഷിതാവായ റഹ്മാനുറഹീമായ അല്ലാഹ്, ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും പാകപ്പെടൽ വന്നു പോലെ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹു ഇതിൻ്റെയൊക്കെ മിഥില സവാബിനെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ പാപികളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ അഹ്ലുകാരെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ അമ്പിയാക്കളും മുർസലീങ്ങൾ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ മശായിഖന്മാർ ഖൈറിൻ അഹ്ലുകാർ ശുഹദാക്കൾ സിദ്ദീഖീങ്ങളൊക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അസ്ഹാബുൽ ബദ്രീങ്ങൾ ഉഹദീങ്ങൾ എല്ലാ സ്വഹാബത്തെ കിറാമിന്റെ ഹദ്റത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. അല്ലാഹു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ അഹ്ലു ബൈത്തിന്റെ ഒക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ അല്ലാഹുവേ, എല്ലാ ഔലിയാക്കളുടെ ഹദ്റത്തിലേക്ക് ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ളതായ ഔലിയാക്കൾ, ഞങ്ങളെ ഫാത്തിഹ ഓതിയിട്ടുള്ളതായ ഔലിയാക്കൾ, ഞങ്ങളുടെ പരിസരത്ത് അന്ത്യവിശ്രമങ്ങളുള്ള മഹാന്മാരായ ഔലിയാക്കൾ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ മശായിഖന്മാർ ഖൈറിൻ അഹ്ലുകാർ ശുഹദാക്കൾ സിദ്ദീഖീങ്ങളൊക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റബ്ബേ, അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളെ ദറജകളെ സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളൊക്കെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാഹ്. ഇരുലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്.
റഹ്മാനായ റബ്ബേ ഞങ്ങളെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരന്മാർ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. മനസ്സിലെ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മശക്കത്തുകളൊക്കെ നീക്കി നീ ഖൈറിലാക്കണേ അല്ലാ. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. മാറാവ്യാധികളിൽ നിന്ന്, ക്യാൻസർ, ട്യൂമർ പോലത്തെ രോഗങ്ങളിൽ നിന്ന്, പകർച്ചാവ്യാധികളിൽ നിന്നൊക്കെ കാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ പല രീതിയിലുള്ള അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. ഞങ്ങളുടെ രോഗങ്ങൾ എന്താണെങ്കിലും അല്ലാഹു അതിനൊക്കെ ശിഫ കൽപ്പിക്കാൻ നിന്റെ അടുക്കൽ വളരെ നിസ്സാരമായ ഒരു സമയത്തിന്റെ ആവശ്യം പോലും വേണ്ടല്ല അല്ലാ. ഞങ്ങളുടെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ മഈശത്തിന്റെ മേഖലയിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുടെ ബിസിനസ്സുകൾ, ഞങ്ങളുടെ കച്ചവടങ്ങൾ, ജീവിതത്തിന്റെ രണ്ട് അറ്റം മുട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ പെടുന്ന കഷ്ടപ്പാടുകളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ലാ. ധാരാളം സക്കാത്തും സദഖയും ഒക്കെ കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അബ്ബേ വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാ. റാഹത്തുള്ള ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടങ്ങളൊക്കെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. കടക്കാരായിക്കൊണ്ട് ഞങ്ങൾ ആരെയും മരിപ്പിക്കല്ല റഹ്മാനെ. മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ നിന്റെ മഹത്വം കൊണ്ട് മക്കളെ, ഞങ്ങളെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മക്കൾ കാരണമായി ദുനിയാവിലെ നാളെ ആഖിറത്തിന് വശലാക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കല്ലേ അല്ലാ. ഇൽമുള്ള മക്കളാക്കണേ അല്ലാ. നമസ്കാരം നിലനിർത്തുന്ന മക്കളാക്കണേ അല്ലാ. മുത്തുനബിനെ സ്നേഹിക്കുന്ന മക്കളാക്കണേ അല്ലാ. സ്വലാത്ത് ചെല്ലുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ മക്കളെ കൊണ്ട് അഭിമാനം കൊള്ളാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, ഉസ്താദുമാരെ ആദരിക്കുന്ന, മുതിർന്നവരെ ബഹുമാനിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളുടെ മക്കളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ ഗർഭിണികളായ സഹോദരിമാരൊക്കെ ഉണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. റബ്ബേ നിന്റെ മഹത്വം കൊണ്ട് അല്ലാഹുവേ പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അല്ലാ. വിവാഹം ചെയ്തയച്ച സ്ഥലങ്ങളിൽ മക്കള്, പെൺമക്കള്, അതുപോലെ തന്നെ ആൺമക്കള് പല രീതിയിലുള്ള പ്രയാസങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. വിവാഹം ഉറപ്പിച്ചു വെച്ച മക്കളൊക്കെ ഉണ്ടല്ലാ, നല്ല നിനക്ക് അവർക്ക് കെട്ടിച്ചയക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ നിന്റെ മഹത്വം കൊണ്ട് അല്ലാ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ ഉമ്മ വഴിക്കും ഞങ്ങളെ ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളും ബന്ധുമിത്രാദികളും ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് റഹ്മാനെ. അവരൊക്കെ കബറിടത്തിലേക്ക് നിന്റെ മിഥിലതവാവിനെത്തിക്കണേ അല്ലാ. റബ്ബേ എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട്, അമ്മാശൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഉസ്താദുമാരെ മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ പലവരും മരണപ്പെട്ടു പോയവരാണ്. അല്ലാഹുവേ അല്ലാഹു അവരുടെ ഹദ്റത്തിലേക്ക് നിന്റെ മിഥിലതവാവിനെത്തിക്കണേ അല്ലാ. ഞങ്ങളിൽ മരിച്ചു പോയ കബറിൽ എന്തെങ്കിലും വിധ പ്രയാസങ്ങൾ വശം അനുഭവിക്കുന്നുവെങ്കിൽ അല്ലാഹു നീ സലാമത്ത് നൽകണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. സന്തോഷകരമായ ഒരു ഖബർ ജീവിതം അവർക്ക് നാളെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ഓർത്തുകൊണ്ട് അവരുടെ മഗ്ഫിറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ ഖബർ സന്തോഷത്തിലാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് റബ്ബേ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് ഖുർആനോ ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി അല്ലാഹു നിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തുകളൊക്കെ ചൊല്ലി ഞങ്ങൾ അതിൻ്റെയൊക്കെ മിഥില സവാബിന് തുല്യമായ പ്രതിഫലത്തെ അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹുവേ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി ഞങ്ങൾ ദുആ ചെയ്യുന്നു അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. ഇതുപോലെ നാളെ ഞങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ദിക്ർ ചൊല്ലുന്ന, ഖുർആൻ ഓതുന്ന, ദുആ ചെയ്യുന്ന ഒരു പറ്റം ആളുകളെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ നിന്റെ മഹത്വം കൊണ്ട് അല്ലാഹുവേ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹജ്ജ് ചെയ്യാതെ ഉംറ ചെയ്യാതെ അല്ലാഹുവേ മർളിയായ സിയാറത്ത് മുത്തുനബിയുടെ റൗള സന്ദർശിക്കാതെ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ട ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ല അല്ലാ. പുന്നാര നബിന്റെ ചാരത്തണയാൻ ആ പച്ചക്കുബയുടെ താഴ്വാരത്തന്തി വിശ്രമം കൊള്ളുന്ന ഹബീബിന്റെ ചാരത്തൊന്ന് പോയി നിറന്ന് മനസ്സ് നിറച്ച് കണ്ണ് നിറച്ചൊന്ന് ദുആ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ഹബീബിനെ കണ്ട് സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് സന്തോഷിച്ച് ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു വെള്ളിയാഴ്ച പകലിൽ
ഇല്ലല്ലോ. ഈ ദുനിയാവിൽ നിന്ന് വിട പറയാ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ സക്രാത്ത് എളുപ്പമാക്കി തരണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഇഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമൻ മാതു മിന്നാ യാ ഗാഫിറുൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂന വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. തഖബ്ബലല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മിൽ നിന്ന് മരണപ്പെട്ട പോയ ആളുകൾ, നമ്മുടെ ഉമ്മ, വാപ്പ, ഭാര്യ, ഭർത്താവ്, വല്യപ്പ, വല്യമ്മ, അങ്ങനെ സന്താനങ്ങളൊക്കെ മരണപ്പെട്ടു പോയവരൊക്കെ ഉണ്ടാകും. അവരുടെ ആണ്ട് ദിവസം വരുമ്പോൾ നിങ്ങൾ അറിയിക്കണം. വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഇൻഷാ അല്ലാഹ് അവരുടെ വേണ്ടിയിട്ട് ഓതിയ മൗലൂദ്, ദിക്ർ, സലാത്തുകളൊക്കെ അറിയിച്ചാൽ നമ്മളെ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിരിക്കും. അതെല്ലാവരും അറിയിക്കണം, എല്ലാവരും അറിയിക്കണം. എൻ്റെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ ആണ്ട് വരും, ഞങ്ങൾ അറിയിക്കും. അപ്പം നിങ്ങളും ദുആയിരിക്കണം. അതുപോലെ നിങ്ങളെ വേണ്ടപ്പെട്ടവരെ ആണ്ട് അങ്ങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും അറിയിക്കുക. മജ്ലിസ് കൂട്ടായി കൊണ്ടാണ് ദുആയിരിക്കണം. അതുപോലെ നിങ്ങളിപ്പോൾ അറിയപ്പെടുന്ന നിങ്ങളുടെ പരിചയക്കാർ, നിങ്ങളുമായി ബന്ധപ്പെട്ടവരൊക്കെ ദുആ വസിയത്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഏൽക്കണം. എന്നിട്ട് നമ്മളെ അറിയിക്കണം. നമ്മൾ ഈ മജ്ലിസിൽ വെച്ച് എല്ലാവർക്കും നമുക്ക് ദുആയിരിക്കണം. നമ്മളിങ്ങനെ ദുആയിരുന്നാലാണ് നാളെ നമുക്കൊക്കെ എന്തെങ്കിലും മരിച്ചുപോയാൽ ചെന്ന് കെടുക്കും ആരെങ്കിലും ദുആയിരിക്കുള്ളേ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, ഈ സന്ദേശം നമ്മൾ ഈ ഖത്തമുൽ ഖുർആൻ മജ്ലിസിന്റെ സന്ദേശം പരമാവധി ആളുകളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മെ ഇരുലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.